ഹലോ ഗൈസ്, ഇന്നൊരു ടെക്നിക്കൽ സിസ്റ്റമാണ്. ഓക്കെ, ഇതൊക്കെ കപ്പാസിറ്ററുകളാണ്. ഇപ്പം നമ്മൾ മോട്ടറിൻ്റെ 1 HP തൊട്ട് 1.5 HP വരെയുള്ള 1/2 HP തൊട്ട് 1.5 HP വരെയുള്ള മോട്ടറിൻ്റെ കപ്പാസിറ്റർ. അപ്പം ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ക്ലാസ്സുമാണ്. ഇതിന് മുന്നേ ഞങ്ങൾക്കൊരു കാണിച്ചു തന്നൊരു മോട്ടറിൻ്റെ പ്രവർത്തനം. ഇത് നമ്മൾ കൈകൊണ്ട് കറക്കിയിട്ട് അത് കറങ്ങണത് ആംപിയർ തൊട്ട്. അപ്പം ഈ കപ്പാസിറ്റർ എന്താണ് അതിൻ്റെ പ്രവർത്തനം? ഈ കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ അറിയാൻ കഴിയും? 2 സിസ്റ്റം വെച്ച് കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആയി അറിയാൻ കഴിയും. ഒന്ന് മൾട്ടിമീറ്ററിലും ഒന്ന് നമുക്ക് കറണ്ട് ചാർജ് ചെയ്തിട്ട് ഷോർട്ട് ചെയ്ത് അതിൻ്റെ പവർ ചെക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ 2 രീതിയിൽ കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ, എല്ലാ സിസ്റ്റത്തിൻ്റെയും കപ്പാസിറ്റർ പോയി കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് വരാനുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം കത്തിപ്പോവും. ഏത്? ആർമിച്ചറല്ല, മോട്ടറല്ല. ആർമിച്ചർ മോട്ടർ പൊതുവേ വരുന്നത് പറഞ്ഞാൽ മിക്സി പോലത്തെ മാത്രമേ വരുള്ളൂ. അതിന് കപ്പാസിറ്റർ വേണ്ട ബോസ്. അതിന് പറഞ്ഞാൽ വോൾട്ട് പക്കായിരിക്കണം. അതിൽ മിനിമം 200-ന് മുകളിൽ വോൾട്ട് നിർബന്ധമാണ്. വോൾട്ട് കുറഞ്ഞും കൊണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആർമിച്ചർ പോകും. ആർമിച്ചർ ഷോർട്ട് കഴിഞ്ഞാൽ അത് ഫീൽഡ് ഷോർട്ടാവും. അപ്പോൾ പിന്നെ കഴിഞ്ഞ്. അത് വോൾട്ട് കുറഞ്ഞതിൽ ഒരിക്കലും മിക്സി വർക്ക് ചെയ്യാൻ പാടില്ല. മിനിമം ഒരു 180-ൽ 200-എങ്കിലും വേണം. 180-ഓ 200-ആണ് ഏറ്റവും കുറഞ്ഞത്. 180 190-ഒക്കെ രക്ഷയില്ലെങ്കിൽ പിന്നെ നിവൃത്തില്ലല്ലോ. അപ്പോൾ ലോഡ് കുറച്ചായി യൂസ് ചെയ്യുക. ഇത് 180 190-ലൊക്കെ. ഓക്കെ, അപ്പം ആർമിച്ചറിൻ്റെ സിസ്റ്റം മിക്സിനെ പറ്റി പറഞ്ഞത്. ഓക്കെ, നമ്മൾ ടെക്നിക്ക് പരമായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളാണ് പറഞ്ഞത്. ചുമ്മാ ഓരോ കാര്യം പറയില്ല. അപ്പോൾ അതിനെക്കൊണ്ട് കപ്പാസിറ്ററിനെ സംബന്ധിച്ച് നോക്കുമ്പം ഈ കപ്പാസിറ്റർ വോൾട്ടേജ് കുറയുമ്പം മോട്ടർ റണ്ണിങ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അന്നേരം ഇത് ആംപിയർ എടുക്കും. ആംപിയർ സ്റ്റെക്ക് നിന്നാൽ പിന്നെ ആംപിയർ എടുക്കും. മിനിമം ഒരു 1000 ആംപിയർ എടുത്ത് നിൽക്കുന്ന മോട്ടർ റണ്ണിങ്ങിൽ വരുമ്പം അത് ഒരു 200-300 മാറും. അപ്പം മോട്ടർ ചൂട് വരില്ല. റണ്ണിങ് സ്റ്റാർട്ടിങ് വൈൻഡിങ് ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ കപ്പാസിറ്റർ പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. കപ്പാസിറ്റർ പറഞ്ഞ സാധനം എല്ലാത്തിലും മോട്ടറുകളെ സംബന്ധിച്ച് എല്ലാവിധ മോട്ടർ 1 HP 1/2 HP മുതൽ 1.5 HP മുതൽ മോട്ടർ വരെ 2 HP വരെയുള്ള മോട്ടർ ഒക്കത്തിനും കപ്പാസിറ്റർ പറഞ്ഞ സാധനം, ഇങ്ങനത്തെ ഹൈ പവർ കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഇത് കപ്പാസിറ്റർ എന്താണെന്ന് പ്രവർത്തനം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അൻസാർ PV യൂട്യൂബർ സൈറ്റ് സെർച്ച് ചെയ്യുക. അൻസാർ PV യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ്. ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് അറിയണ മാതിരി നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്കത് വലിയൊരു ഉപകാരപ്പെടും. ആ ക്ലാസ് നമ്മൾ അത്രയും ടെക്നിക്കൽ പ്രാക്ടിക്കൽ തിയറിയും കഴിഞ്ഞിട്ടുള്ളൊരു ക്ലാസ്സാണത്. ഓക്കെ, താങ്ക് യു.